Dear students, the pair of linear equation two variables previous year question ആണ് എടുക്കുന്നത്. അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് കിട്ടും, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ആൻഡ് ബി ആർ 2 points 150 kilometer apart on highway. Two cars start from A and B at the same time. If they move in the same direction, they meet in 15 hours. But if they move in opposite direction, they meet in 1 hour. Find their speeds. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇവിടെ രണ്ട് കാർ, ഒരു കാറ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, മറ്റൊരു കാറ് ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അവർ ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എ ആൻഡ് ബി ആർ 2 points 150 kilometer അപ്പാർട്ട് ഓൺ എ ഹൈവേ. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ആ ഹോൾ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസിലായിരിക്കണം കാണിക്കുന്നത്. ഇപ്പോൾ ബോട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ ടൈം ആയിരിക്കും തന്നിട്ടുള്ളത്. ഡൗൺ സ്ട്രീമിലേക്ക് പോകാനും അതുപോലെ അപ്പ് സ്ട്രീമിലേക്ക് പോകാനുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ ഹോൾ ഇക്വേഷനെ നമ്മൾ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം ഇതിൽ അപ്പോൾ 150 നമ്മൾ ഈക്വൽ ടു 150 എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരിക്കണം, സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. നമുക്കിവിടെ സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലെറ്റ് ദ സ്പീഡ് ഓഫ് ഫസ്റ്റ് കാർ, അതായത് എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എ ഈക്വൽ ടു നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, എക്സ് കിലോമീറ്റർ പെർ അവർ ആയിട്ട് എടുത്തു. സ്പീഡാണ്, സ്പീഡിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ. അപ്പോൾ എക്സ് കിലോമീറ്റർ പെർ അവർ, എ എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എക്സ് കിലോമീറ്റർ. അതുപോലെ സെക്കൻഡ് കാർ ബിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ വൈ കിലോമീറ്റർ പെർ അവർ ആയിട്ട് എടുത്തു. അപ്പോൾ ഫസ്റ്റ് കാറിൻ്റെ സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവർ, സെക്കൻഡ് കാറിൻ്റെ സ്പീഡ് വൈ കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് ആദ്യത്തെ കണ്ടീഷൻ എന്താ, ഇഫ് ദേ മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആണ്. ഒരു കാർ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു കാർ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എയിൽ നിന്ന് ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ നിന്ന് ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു. ഇഫ് ദേ മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ ദേ മീറ്റ് ഇൻ 15 hours. അപ്പോൾ 15 hours സി എന്ന പോയിന്റിൽ ആ രണ്ട് കാറും മീറ്റ് ചെയ്യുന്നെന്ന് വിചാരിക്കും. ഇത് ഫസ്റ്റ് കാറ്, ഇത് സെക്കൻഡ് കാറ്. ഒരു കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു കാർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. 15 hours അത് സി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റൻസ്, ഈ രണ്ട് കാറിന് ഈ ഡിസ്റ്റൻസ് എ ബി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എത്രയാണ്, 150. അപ്പോൾ നമ്മൾ ഈ 150 എ ബി കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, എ സി, അതായത് എ ബി ഈക്വൽ ടു എ സി മൈനസ് ബി സി ആണ്. എ സിയിൽ നിന്ന് ബി സി മൈനസ് ചെയ്താലാണ് നമുക്ക് എ ബി കിട്ടുക. അപ്പോൾ സെയിം ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ എപ്പോഴും മൈനസ് ആയിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. നമ്മുടെ ഫസ്റ്റ് കാറിൻ്റെ സ്പീഡ് എക്സ് ആണ്, ടൈം എന്ന് പറയുന്നത് 15 hours ആണ്. ഇവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്, 15 hourലാണ് അവർ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ, എ ബി എന്ന് പറയുന്നത് 150 ആണ്. 150 ഈക്വൽ ടു എ സി എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ സ്പീഡ് എ എന്ന കാറിൻ്റെ സ്പീഡ് എക്സ് ആണ്, അതേ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 15. അപ്പോൾ 15x മൈനസ് എ സി മൈനസ് ബി സി ആണ്. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ബി സി എത്രയാണ്, ബി എന്ന കാറിൻ്റെ സ്പീഡ് വൈ ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടണം, ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ സ്പീഡ് വൈ, ടൈം 15. അപ്പോൾ 15y. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത്. അതായത് എ ബി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എ ആൻഡ് ബി ആർ 2 points 150 kilometer അപ്പാർട്ട്. ഇപ്പോൾ എയും ബിയും 150 കിലോമീറ്ററിലാണുള്ളത്. ഒരു കാർ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മറ്റൊരു കാർ ബിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കാറിൻ്റെ സ്പീഡ് എക്സ് കിലോമീറ്റർ പെർ അവറും സെക്കൻഡ് കാറിൻ്റെ സ്പീഡ് ബി കിലോമീറ്റർ പെർ അവറും ആണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എ സി എന്ന് പറയുന്നത് ടൈം, അതായത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് എക്സ്, ടൈം 15. അതുപോലെ ഇതിൻ്റെ സ്പീഡ് വൈ, ടൈം 15. അപ്പോൾ 15x മൈനസ് 15y ഈക്വൽ ടു 150. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതിനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10.
ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10 കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് കണ്ടീഷൻ? ഇഫ് ദേ മൂവ് ബട്ട് ഇഫ് ദേ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദേ മീറ്റ് ഇൻ 1 hour. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ദേ മീറ്റ് ഇൻ 1 hour ആണ് പറയുന്നത്. അപ്പം നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇവിടെയാണ് ബി, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു കാർ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേ. ദേ മീറ്റ് ഇൻ 1 hour. സി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എ ബി ആണ് ഇവിടെ വേണ്ടത്. എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സി പ്ലസ് ബി സി ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ, എ സി എന്ന് പറയുന്നത് 15 അല്ല, ഇവിടെ ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. അപ്പോൾ ടൈം 1 hour ആവുമ്പോൾ അപ്പോൾ എന്തായി? 1 × എക്സ് പ്ലസ് 1 × വൈ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 150 എന്ന് കിട്ടും. അപ്പോൾ രണ്ടിലും കണ്ടീഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആവുമ്പോൾ നമുക്ക് അവിടെ എ ബി എന്ന് പറയുന്നത് എ സി മൈനസ് ബി സി ആയിരുന്നു. അപ്പോൾ എ സി അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈമാണ്. അവിടെ 15 hours മീറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് കണ്ടീഷൻ ദേ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദേ മീറ്റ് ഇൻ 1 hour മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 hour ടൈം നമുക്ക് ടൈം 1, സ്പീഡ് എക്സ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായി? എക്സ്. അതുപോലെ വൈ എന്ന് പറയുന്നത് ഇവിടെയും വൈ, 1 × വൈ. അപ്പോൾ എ ബി ആണ് വേണ്ടത്. എ ബി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എ ബി എന്ന് പറയുന്നത് 150 ആണ്. എ സി പ്ലസ് ബി സി ഡിസ്റ്റൻസിലേക്ക് ഹോൾ ഇക്വേഷൻ ഡിസ്റ്റൻസിലാക്കിയിട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ 2 ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഇനി സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 150 ഞാനുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും എളുപ്പം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 1 + 2. അപ്പോൾ 2x = 160, x = 80. അപ്പോൾ x = 80 എന്ന് പറഞ്ഞാൽ 80 km/h നമുക്ക് എക്സ് കിട്ടി. അതായത് കാർ എയുടെ സ്പീഡ്. ഇനി സെക്കൻഡ് കാണാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 150 ആണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ വൈ ഈക്വൽ ടു 150 മൈനസ് എക്സ് എത്രയാണ്? 80. അപ്പോൾ എത്ര വരും? 70. അപ്പോൾ വൈ എന്ന് പറയുന്നത് 70 km/h. നമ്മൾ സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്തത്. സ്പീഡ് ഓഫ് ഫസ്റ്റ് കാറ് എത്രയാണ്? 80 km/h. സ്പീഡ് ഓഫ് സെക്കൻഡ് കാർ എന്ന് പറഞ്ഞിട്ട് 70 km/h എന്ന് എഴുതുക. ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാവുക. ഇവിടെ കിലോമീറ്റർ അതുപോലെ എത്ര അവറിൽ മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടീഷൻ എല്ലാം സെയിം ആയിട്ടായിരിക്കും. ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഡയറക്ഷൻ ആകുമ്പോൾ മൈനസ് കൊടുക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ പ്ലസും കൊടുത്തിട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെയുള്ളത് തന്നെ നോക്കാം. അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ദേ മീറ്റ് അവിടെ രണ്ടാമത്തെ കണ്ടീഷനിൽ 1 hour 20 minutes വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മാറ്റി ചെയ്യാമെന്നുള്ളത് പറയാൻ വേണ്ടി. പ്ലേസസ് എ ആൻഡ് ബി ആർ 80 km apart from each other on a highway. A car starts from A and another from B at the same time. They move in same direction. They meet in 8 hours. ആദ്യത്തെ കണ്ടീഷൻ കുഴപ്പമില്ല, 8 hours മീറ്റ് ചെയ്യും. If they move in opposite direction, they meet in 1 hour 20 minutes. Find the speed of the car. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നു നേരത്തെ പോലെ തന്നെ. ലെറ്റ് ദ സ്പീഡ് ഓഫ് ഫസ്റ്റ് കാർ ബി. സ്പീഡ് ഓഫ് ഫസ്റ്റ് കാർ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് km/h. സെക്കൻഡ് കാറ് y km/h ആയിട്ട് എടുത്തു. ഫസ്റ്റ് കാറ് എക്സ് km/h, സെക്കൻഡ് കാറ് y km/h. ഡിസ്റ്റൻസ് നമുക്കിവിടെ ഡിസ്റ്റൻസിലാണ് കാൽക്കുലേറ്റ്. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ 8 hours ഫസ്റ്റ് കണ്ടീഷൻ. സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ നമുക്ക് അവിടെ സെയിം ഡയറക്ഷനിൽ 2 കാറ് സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. എ ബി എന്ന പോയിന്റ് സി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് എ ബി ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ സി മൈനസ് ബി സി ആണ്. അവിടെ എ ബി എന്ന് പറയുന്നത് എത്ര? 80 km. നേരത്തെ അതേ തന്നെ 150 എന്നുള്ളത് 80 ആയി. ഈക്വൽ ടു എ സി എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു നമുക്ക് എത്ര ടൈമിലാണ് മീറ്റ് ചെയ്യുന്നത്? 8. അപ്പോൾ 8x മൈനസ് 8y. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10 ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്.
ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എ ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? എ സി പ്ലസ് ബി സി ആണ്. അപ്പോൾ ഇവിടെ 80 ഈക്വൽ ടു എ സി എത്രയാണ് വരിക? 1 hour 20 minutes ആണ്. അപ്പോൾ 1 hour 20 minutes എന്ന് പറയുമ്പോൾ 1 പ്ലസ് മിനിറ്റിനെ നമ്മൾ അവറിലേക്ക് മാറ്റാം. അപ്പോൾ ഡിവൈഡ് ബൈ 60. അപ്പോൾ എത്രയാണ് വരുന്നത്? 1 പ്ലസ് 1/3. 1 പ്ലസ് 1/3 എന്ന് പറയുമ്പോൾ 4/3. അപ്പോൾ 4/3 എക്സ് പ്ലസ് 4/3 വൈ. അപ്പോൾ അങ്ങനെ വരും. ടൈം അവിടെ 4/3 ആണ് വരുന്നത്. അതായത് 1 hour 20 minutes ആണ്. 20 മിനിറ്റിനെ നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 20/60. 20/60 എന്ന് പറയുമ്പോൾ നമുക്ക് 1/3 ആണ് വരുന്നത്. 1 പ്ലസ് 1/3 എന്ന് പറഞ്ഞാൽ 1 × 3 3 പ്ലസ് 1 4/3. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 4/3 ആണ്. അപ്പോൾ 4/3 എക്സ് പ്ലസ് 4/3 വൈ. ഇനി 3 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൽ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 80 × 3 ഈക്വൽ ടു 4x പ്ലസ് 4y ആണ് വരുന്നത്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് 20 ആയി. 20 × 3 എന്ന് പറയുന്നത് 60 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തു. സെക്കൻഡ് ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60. ഫസ്റ്റ് ഇക്വേഷൻ. ഇത് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1 പ്ലസ് 2. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 70. എക്സ് ഇസ് ഈക്വൽ ടു 35. ആഡ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് 35 എന്ന് കിട്ടി. എക്സ് 35 ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. അത് ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല. 35 മൈനസ് വൈ ഈക്വൽ ടു 10. അപ്പോൾ വൈ ഈക്വൽ ടു 35 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ എക്സ് 35 km/h വൈ എന്ന് പറയുന്നത് 25 km/h ആണ് കിട്ടിയത്. എന്നിട്ട് ലാസ്റ്റ് എടുത്ത് എഴുതുക സ്പീഡ് ഓഫ് ഫസ്റ്റ് കാർ. സ്പീഡ് ഓഫ് ഫസ്റ്റ് കാർ ഈക്വൽ ടു എത്രയാണ്? 35 km/h എടുത്ത് എഴുതാൻ മറന്നുപോയത്. അതുപോലെ സ്പീഡ് ഓഫ് സെക്കൻഡ് കാർ ഈക്വൽ ടു 25 km/h. അതിൽ മിനിറ്റിൽ തന്നതുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെ അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുക. അത് മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ടൈമും ഈ ഡിസ്റ്റൻസ് ഇത് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ സെയിം ഡയറക്ഷൻ വരുമ്പോൾ പ്ലസ് സൈൻ ആയിരിക്കും. സെയിം ഡയറക്ഷൻ പോകുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ പ്ലസ്. ആ ഫിഗർ ഓർമ്മിച്ചാൽ മതി. സെയിം ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് എ ബി ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ ബി എന്ന് പറഞ്ഞാൽ എ സി മൈനസ് ബി സി ആണ് വരിക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ എ സി പ്ലസ് ബി സി ആയിരിക്കും വരിക. അപ്പോൾ പ്ലസ് ആണ് വരിക. അപ്പോൾ അങ്ങനെ ഓർമ്മിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ ഡിസ്റ്റൻസിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ്